ഇന്ന് നമ്മുടെ താലപ്പൊലിന്റെ ലാസ്റ്റ് ദിവസമായോണ്ട് കലശം വരവൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ. നമ്മൾ പിന്നെ എപ്പത്തെയും പോലെ നമ്മൾ ബസ് സ്റ്റോപ്പ് പോയി നിന്നിട്ട് അവിടെ വരുന്ന കലശൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ കലശൊന്നും കാണാൻ കഴിയില്ല. ഇതിലേ വരുന്ന ആകെ ഒരു 5-6 കലശാണ് കേട്ടോ. പിന്നെ ഇപ്രാവശ്യം കുറെ ടീംസ് DJ ഒക്കെ ഇറക്കിയുണ്ട്. നമ്മൾ അതിലൊക്കെ തുള്ളിയിട്ട് അവസാനത്തെ വിവേകാനന്ദന്റെ കലശം കൂടി കണ്ടിട്ടാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ കാവിലേക്കാണ്. അങ്ങനെ നമ്മൾ കാവിലേക്ക് പോകുമ്പോഴേക്ക് ശ്രീരാമവിലാസം കമ്മിറ്റിയുടെ അടിയറ അവിടെ പകുതിക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ താലപ്പൊലിക്ക് ഇങ്ങനെ ശ്രീരാമവിലാസം കഴിച്ച കമ്മിറ്റിയുടെയും നടാൽ കഴിച്ച കമ്മിറ്റി അങ്ങനെ 2 അടിയറാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അതൊക്കെ കണ്ടിട്ട് കാവിന്റെ കവാടത്തിന്റെ അവിടെ എത്തി നോക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ കലശമൊന്നും ഉള്ളിൽ കയറാത്തോണ്ട് ഫുൾ. അതുകൊണ്ട് നമ്മള് പിന്നെ അവിടുന്ന് തിരിച്ചിട്ട് വേറെ വഴി കൂടി ഒക്കെ ചുറ്റിയിട്ടാണ് കേട്ടോ കാവിൽ. അത്യാവശ്യം എല്ലാ കലശങ്ങളും എല്ലാ ആൾക്കാരും ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിലും 2 കലശങ്ങൾ മാത്രമേ ഇനിയും കാവ് കയറിയിട്ടില്ല. 2 കലശം ഉള്ളിൽ കയറുന്നവരെ കുറച്ചേരം അവിടെ നോക്കി നിന്ന ശേഷം പിന്നെ നമ്മളൊരു വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോഴേക്ക് നമ്മുടെ നടാൽക്കാർ അടിയറ വന്നിട്ടുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, എവിടെ എന്തൊക്കെയോ ഒരു തകരാറുള്ള കളിയാണ് സംഭവം. ഒരു 3-4 മണിക്കുള്ളിൽ കാവ് കയറേണ്ട അടിയറയാണ് കേട്ടോ ഇത്. ഇതിന്ന് കേറിയത് 6 മണിക്കാണ്. അതുകൊണ്ട് 2 കമ്മിറ്റിക്കാരുടെ അടിയറ ഏകദേശം ഒരേ സമയത്ത് വേഗം കാവ് കയറ്റാണ്. അങ്ങനെ അടിയറ ഫുള്ള് കാവിന്റെ ഉള്ളിലേക്ക് എത്തുമ്പോഴേക്ക് നേരമൊക്കെ പുലർന്ന് സൂര്യൻ വരെ വരാൻ പകൽ സമയത്ത് ഈ വെടിക്കെട്ടിന്റെ അവസ്ഥ എന്തായിരിക്കും കേട്ടോ ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ അവസാനമായിട്ട് ദേവിയുടെ മുതക്കലശം കൂടി കാവിലേക്ക് കയറിയ ശേഷം 7:30 കേട്ടോ വെടിക്കെട്ട് പൊട്ടിയത്. എന്താല്ലേ ഈ പാർട്ടി കലശങ്ങൾ ഇങ്ങനെ ലേറ്റ് ആക്കിയ കാരണം ഇതുവരെ ഇല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ ഇക്കൊല്ലം താലപ്പൊലിക്ക്. അങ്ങനെ പകൽ വെടിക്കെട്ട് ഉത്സവമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗായ്സ്, ബൈ.